ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്ത് മുസ്ലിം ഇതര മതസ്ഥരും ഡിംഗ മതസ്ഥരും സ്ഥിരമായി ചീത്ത വിളിച്ച് ആത്മസായുജ്യമടയുന്ന വിഭാഗമാണ് അറബികളായ മുസ്ലിങ്ങൾ. ഈ അറബികളുടെ കയ്യിലുള്ള സമ്പത്ത് നേടിയെടുക്കാനും അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനും നൂറ്റാണ്ടുകളായി ഈ ചീത്തവിളി സംഘം ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. അതിൻ്റെ ഒരു കലിപ്പാണ് കാലങ്ങളായി മുസ്ലിങ്ങളെ ചീത്ത വിളിക്കുന്നതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം. എന്നാൽ ഈ അതിക്രമങ്ങൾക്കും ചീത്തവിളിക്കും ശേഷം വിശക്കുകയും തളരുകയും ചെയ്യുമ്പോൾ അവസാനം അന്നം തേടാനും ആശ്രയിക്കാനും ഈ അറബികൾ മാത്രമേ ഉള്ളൂ എന്നതാണ് സത്യം. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഒരു വിദേശിയെ സംബന്ധിച്ച് സ്വന്തം ജീവിതത്തിന് ഉതകുന്ന രാജ്യങ്ങളാണെങ്കിലും ആ രാജ്യങ്ങളിൽ നിന്നും സമ്പത്തുണ്ടാക്കിക്കൊണ്ട് അവന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അതൊരു അസാധ്യമായ കാര്യം തന്നെയാണ്. അങ്ങനെ പണം ഉണ്ടാക്കി വന്നവർ വളരെ വിരളമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവർ ഇവിടെയുള്ളതും കൂടി വിറ്റുകൊണ്ട് ഈ രാജ്യങ്ങളിൽ മുടക്കുകയാണ് ചെയ്യുന്നത്. അവർ പിന്നെ അവിടുത്തെ സിറ്റിസൺസ് സ്വീകരിച്ചുകൊണ്ട് അവിടെ ജീവിച്ചു വരികയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സമ്പത്തുണ്ടാക്കി സ്വരാജ്യത്ത് സുഖമായി കഴിയാമെന്നുള്ളത് കാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവുമാണ്. അതിനെ ഒരിക്കലും നമുക്ക് എതിർക്കാൻ കഴിയില്ല. നമ്മുടെ കേരളമൊക്കെ ഇത്രയധികം വികസിച്ചത് ഗൾഫ് മട കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് വാസ്തവം. അത് നമ്മൾ അംഗീകരിക്കുന്നതുമാണ് കേട്ടോ. എന്നാൽ ചോറിവിടെയും കൂറവിടെയും എന്ന നിലപാടാണ് ഭൂരിപക്ഷം പേരും സ്വീകരിച്ച് കാണാറുള്ളത്. അതിന് കാരണം ഇസ്ലാമോഫോബിയ അവരെ ബാധിച്ചിരിക്കുന്നത് കൊണ്ടാണ്. മുസ്ലിങ്ങൾ ഭീകരരും തീവ്രവാദികളുമാണെന്ന് ഇവർ പറയുമ്പോഴും ഈ മുസ്ലിങ്ങളുടെ പണത്തിന് തകരാറൊന്നുമില്ല. ഇതൊരു നാണം കെട്ട അന്നം തേടൽ തന്നെയാണ്. അതിന് തർക്കമില്ലാത്ത വസ്തുതയാണ്. അവരുടെ പണം കൈപ്പറ്റിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്ത് പോയി ജോലിയെടുത്ത് പണം ഉണ്ടാക്കിക്കൊണ്ട് അവർക്കെതിരായി സംസാരിക്കുക എന്നത് ഒരു നാണം കെട്ട ഏർപ്പാട് തന്നെയാണ്. അമേരിക്ക ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ച് ഒരു പുണ്യഭൂമിയാണ്. അവിടെ ഒന്ന് എത്തിക്കിട്ടാൻ ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ അമേരിക്കയ്ക്ക് പോരുന്ന ഒരു വിസയുണ്ട് എന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അതിന് പകരമായി തന്തയ്ക്ക് വിളിയാവും കേൾക്കേണ്ടി വരിക. കാരണം അമേരിക്കൻ പ്രസിഡന്റായ ട്രംപണ്ണൻ അമേരിക്കയിൽ സുരക്ഷിതമെന്ന് കരുതി വാങ്ങിവെച്ചിരുന്ന പച്ചക്കാടും നീലക്കാടും ഒക്കെ ഉള്ളവരെ അതെല്ലാം മേടിച്ച് കീറിക്കളഞ്ഞുകൊണ്ട് കുടുംബസമേതം തൂക്കിയെടുത്ത് ചങ്ങലക്കിട്ട് കണ്ടെയ്നറിലാക്കി സ്വരാജ്യത്തേക്ക് കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇനി അമേരിക്കയ്ക്ക് നിങ്ങൾ പോകുന്നോ എന്ന് ചോദിച്ചാൽ ഇവർക്ക് ദേഷ്യം വരുന്നതും തന്തയ്ക്ക് വിളിക്കാൻ തയ്യാറാവുന്നതും. ഇതിൽ ട്രംപിനെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം അമേരിക്ക പട്ടിണിയിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. വിദേശികളായ ഗസ്റ്റുകൾ പട്ടിണി കിടക്കേണ്ടല്ലോ എന്ന് കരുതിയാണ് ട്രംപ് ഇത് ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ ട്രംപിനോട് നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നും. അയാൾ എത്ര നല്ലൊരു മനുഷ്യനാണ്. വിദേശികൾ വെറുതെ പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് ഓർത്ത് അവരെ കയറ്റി വിടുന്നു. ഓടിപ്പോകാതിരിക്കാൻ കയ്യലും കാലലും ചങ്ങലിടുന്നു. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ തന്നെയാണ്. സ്വന്തം പറമ്പിൽ നിന്ന് കപ്പ പറിച്ച് സായിപ്പ് തിന്നാമെന്ന് കരുതിയാൽ പോലും അമേരിക്കൻ പറമ്പിൽ കപ്പ വിളയാത്തത് കൊണ്ട് അതും നടക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അമേരിക്ക ഇപ്പോൾ പട്ടിണിയിലേക്ക് പോവുകയാണ്. പിന്നെ ഈ പറയുന്ന ട്രംപിനും ആകെ ആശ്രയമുള്ളത് അറബികൾ തന്നെയാണ്. മുങ്ങാറായ കപ്പലിൽ മൂത്താപ്പായം കൊണ്ട് കയറി ദുബായ് കടപ്പുറത്തിറങ്ങി ലോകത്തിന് കാണിച്ചു കൊടുത്തവരാണ് മലയാളികൾ. ഈ അറബികളുടെ കയ്യിൽ കാശുണ്ട് എന്ന് കാണിച്ചു കൊടുത്തതും ഈ മല്ലൂസ് തന്നെയാണ്. അതുകൊണ്ട് ദരിദ്രരായ അമേരിക്കക്കാരുടെ കാരണവരായ ട്രംപും ഈ വയസ്സാം കാലത്ത് പഴഞ്ചൻ തോക്കും പടച്ചട്ടയും തലയിൽ ചുമന്ന് അറബികൾക്ക് വിൽക്കാൻ ഗൾഫിൽ പോവുകയാണ് എന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ അറബ് രാജ്യങ്ങളുമായി വലിയൊരു ഡീൽ നടത്താൻ പോവുകയാണ്. ദുബായ് ലോട്ടറി അടിച്ചവർ ഒരുപാടുണ്ട്. അതിൽ മലയാളികൾ തന്നെ വളരെയധികമുണ്ട്. ഈ ദുബായ് ലോട്ടറി എന്ന് പറഞ്ഞാൽ അടിച്ചാൽ അടിച്ചത് തന്നെയാണ്. 25 കോടി എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചിട്ട് 12 കോടി രൂപ കൊടുക്കുകയും അത് വർഷം ടാക്സ് എന്ന പേരിൽ തിരിച്ചു വാങ്ങുകയും ചെയ്യുന്ന കേരള ലോട്ടറി പോലുള്ള ഒരു ഇടപാടല്ലാതെ ഇത് തനി ഫോറിൻ ലോട്ടറി തന്നെ. അടിച്ചാൽ മുഴുവൻ തുകയുമായി വീട്ടിൽ പോകാം. അതും ഏതാണ്ട് 78 കോടിയോളം രൂപയൊക്കെ കിട്ടിയ ലോട്ടറികളുമുണ്ട്. പല തുകകളുണ്ട് ലോട്ടറിക്ക്. അതിലേറ്റവും കൂടുതൽ 78-79 കോടി രൂപയാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗൾഫിലെത്തുന്ന ട്രംപ് കാരണവരെ കാത്തിരിക്കുന്നതും വലിയ വലിയ ഗിഫ്റ്റുകളാണ് എന്നുള്ളതാണ് സത്യം. കാർന്നോർ ഇത്തിരി കുനിഞ്ഞു കൊടുത്താൽ ഈ ഗിഫ്റ്റുകളെല്ലാം അവർ ചുമലിൽ വെച്ച് കെട്ടിക്കൊടുക്കും. അതും ചുമന്ന് ഈ കാർന്നോർക്ക് അമേരിക്കയിലേക്ക് തിരിച്ചു പോവാം. കഞ്ഞുകൂടി മുട്ടാതെ ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ അറബികൾ ഗിഫ്റ്റ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഖത്തർ കൊടുക്കുന്ന സമ്മാനം ട്രംപിനെ പോലും ഞെട്ടിക്കുന്നതാണ്. അതൊരു ആഡംബര ബോയിങ് 747-8 ജംബോ ജെറ്റ് വിമാനമാണ്. അതും അടിപൊളി ഇന്റീരിയറൊക്കെ ചെയ്ത് ഏതാണ്ട് $500 മില്യൺ വില വരുന്ന ചുള്ളനെയാണ് ഈ ട്രംപിന് ഖത്തർ ഇപ്പോൾ ഗിഫ്റ്റായി കൊടുക്കാൻ പോകുന്നത്.
ഏതാണ്ട് 8,000 കോടിയിലധികം രൂപയാണ് ഈ ഒരു വിമാനത്തിൻ്റെ വില. ഇത് കേട്ടത് ട്രംപ് സന്തോഷം കൊണ്ട് 2 തവണ കക്കൂസിൽ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങേർക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഒരു വല്ലാത്ത ഒരു തിക്കുമുട്ടലാണ് അനുഭവപ്പെടുന്നത്. കാരണം പുള്ളിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കിട്ടുന്നത്. അത് പുള്ളിക്ക് ഒരു അന്തസ്സ് തന്നെയാണ്, ചെറിയ ഗിഫ്റ്റ് ഒന്നും അല്ലല്ലോ. ഖത്തർ കൊടുക്കുന്ന ഈ സമ്മാനത്തെ ഒരു പ്രസിഡൻഷ്യൽ വിമാനമാക്കി മാറ്റുമെന്നാണ് US ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. അത്രയ്ക്കുള്ള പുലിയാണ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാർ ഉപയോഗിക്കുന്ന എയർഫോഴ്സ് 1 വിമാനത്തിന് 40 കൊല്ലമൊക്കെ പഴക്കമുണ്ട്. അതേതാണ്ട് 2 എണ്ണം എങ്ങാണ്ടാണ് അമേരിക്കയ്ക്കുള്ളത്. അതിൽ മാറി മാറിയാണ് ഈ പ്രസിഡന്റ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ വിമാനത്തിൽ മൂട്ടകടി വളരെ കലശലാണ് എന്നുള്ളതാണ് സത്യം. സീറ്റുകൾ കീറി ടയറൊക്കെ മൊട്ടയായിട്ട് ഒരു പഴഞ്ചൻ പക്ക ദാരിദ്ര്യ ലക്ഷണമുള്ള ഒരു വിമാനം. പിന്നെ ഇത്തിരി കോഴിച്ചായ കടിച്ച് കൊണ്ടു നടക്കുന്നതന്നേ ഉള്ളൂ. നമ്മുടെ ഈ പഴയ അംബാസഡർ കാറൊക്കെ കൊണ്ടു നടക്കുന്ന പോലത്തെ ഒരു തരം വൈബ് ഉണ്ടാവുന്നു. അതിലാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പം ലോകം മുഴുവൻ ചുറ്റുന്നത്. അത് മാറ്റി പുതിയ ഒരെണ്ണം ഏതെങ്കിലും ഇൻസ്റ്റാൾമെന്റ് കച്ചവടക്കാരൻ്റെ നിന്ന് വാങ്ങാൻ പോലുള്ള പാങ്ങ് അമേരിക്കയ്ക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലങ്ങളായി അമേരിക്കയ്ക്ക് ഉൾദാരിദ്ര്യമുണ്ടെന്നുള്ളതാണ്. അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് യാത്ര ചെയ്യാനുള്ള ഒരു നല്ല വാഹനം അവർ വാങ്ങുകയല്ലേ. അതിനവർക്ക് കഴിയുന്നില്ല. അത്രയധികം വിലയുള്ള സാധനമാണ് കേട്ടോ. ആണവായുധത്തിൻ്റെ സംവിധാനം വരെ ഉണ്ടെന്നാണ് അതിനകത്ത് പറയുന്നത്. അമേരിക്കയുടെ ഈ ദാരിദ്ര്യം കണ്ടാണ് ഒരു ജംബോ ജെറ്റ് തന്നെ ട്രംപിന് ഖത്തർ കൊടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് രസം. ഒരു വിദേശ ഗവൺമെൻറ് വാഗ്ദാനം ചെയ്യുന്ന വിമാനം US പ്രസിഡന്റ് ഉപയോഗിച്ചാൽ സുരക്ഷാ അപകടങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് കൈക്കൂലിയാണെന്നും ഇങ്ങനെ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഗിഫ്റ്റുകൾ സ്വീകരിക്കുന്നത് അമേരിക്കൻ നിയമത്തിന് വിരുദ്ധമാണെന്നും ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് 4 വശത്തു നിന്നും തൊഴി കിട്ടുന്നെങ്കിലും വഞ്ഞു പോടാപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഇതിനെയെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അയാൾക്ക് വിമാനം വേണം. അതുകൊണ്ട് അയാൾ എന്ത് ന്യായം പറഞ്ഞും ചിലപ്പോൾ ഈ വിമാനം കയ്യിൽ വാങ്ങും എന്നുള്ളതാണ് സത്യം. ഈ ഗിഫ്റ്റ് കിട്ടുന്ന വിമാനത്തിൻ്റെ ഉയർന്ന ഒരു വില കണ്ട് വഞ്ചകരായ ഡെമോക്രാറ്റുകളെ വളരെയധികം അലട്ടുന്നു എന്ന് പറഞ്ഞ് ഇത്തരക്കാർക്ക് ഒരു താങ്ങുകൂടി കൊടുത്തിട്ട് ട്രംപ് ഞായറാഴ്ച രാത്രി തൻ്റെ സന്തോഷം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക വരെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെയാണ് ഹമാസ് ഇന്നലെ അമേരിക്കൻ ബന്ദിയായ എഡാൻ അലക്സാണ്ടറെ മോചിപ്പിക്കുന്നതും. അതും ട്രംപിനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. ഖത്തറിനോടും ഈജിപ്തിനോടും ഒക്കെ ഇക്കാര്യത്തിൽ എനിക്ക് വെരുത്ത് നന്ദിയുണ്ട് എന്നാണ് ഈ ആനന്ദക്കണ്ണീർ പൊഴിച്ചുകൊണ്ട് ട്രംപ് പോസ്റ്റ് ഇട്ട് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറഞ്ഞത്. ഈ വയസ്സാം കാലത്ത് സ്വന്തം മക്കളിൽ നിന്ന് പോലും കിട്ടാത്ത അത്രയധികം സ്നേഹവും സന്തോഷവുമാണ് അറബികൾ ഈ ട്രംപിന് വാരിക്കോരി കൊടുക്കുന്നത്. അറബികൾ ഈ വയസ്സനെ സ്നേഹം കൊണ്ടെങ്കിൽ നക്കി തീർക്കുകയാണ് എന്ന് വേണം പറയാൻ. എന്ത് മനുഷ്യന്മാരാണ് ഈ അറബികൾ എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു അന്തം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും ചിന്തിക്കാൻ നിൽക്കണ്ട. ട്രംപിന് ഇങ്ങനെയൊക്കെ ലഭിക്കുമ്പോൾ സൗദി അറേബ്യയിൽ ഒടുക്കത്തെ ശമ്പളവുമായി ജോലി ചെയ്യുന്ന അമേരിക്കക്കാരെ കുറിച്ചും പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവർ സൗദി അറേബ്യയിലെ ജീവിതത്തെ ഒരു 2ാം വീട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുതന്നെയല്ല, ഈ സൗദികൾ നല്ല ആളുകളാണ് എന്നും അവർ പറയുന്നുണ്ട്. അമേരിക്കയിൽ $5,000 പോലും ശമ്പളം കിട്ടാത്ത ഒരു തായ്പിന് 50,000-ഉം $75,000 സൗദിയിലെ ശമ്പളം എന്നുള്ളത് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. മുഴിഞ്ഞ ശമ്പളമാണ് അമേരിക്കൻ പാസ്പോർട്ട് ഉള്ളവർക്ക് സൗദി അറേബ്യ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈജിപ്ഷ്യനും അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ തുർക്കി അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള അറബികൾ തന്നെ അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ച് പാസ്പോർട്ടുമായിട്ട് സൗദി അറേബ്യയിൽ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട് കേട്ടോ. പലസ്തീനികൾ, അങ്ങനെ പല ആൾക്കാരും. അത് തന്നെയല്ല, അമേരിക്കയിലുള്ളതിനേക്കാൾ ആരോഗ്യ സംരക്ഷണത്തിനും അതിലുപരി സുരക്ഷയ്ക്കും സൗദിയിൽ പ്രാധാന്യമുണ്ട് എന്നും ഈ അമേരിക്കക്കാർ പറയുന്നുണ്ട്. ഈ സൗദിയിൽ ജീവിക്കുന്ന അമേരിക്കക്കാർ അവർ പ്രത്യേകം പറയുന്നുണ്ട്. അറബികളുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ വാചാലരാകുന്നത്. അറബികൾ നല്ല സ്നേഹമുള്ളവരാണെന്നാണ് അവർ പറയുന്നത്. അത് സത്യം തന്നെയാണ്. അറബികൾ വളരെ സ്നേഹമുള്ളവരാണ്. അവരുമായിട്ട് സ്നേഹിച്ച് നിന്ന് കഴിഞ്ഞാൽ, അവരെ ചതിച്ചില്ലെങ്കിൽ അവർ നമുക്ക് എന്തും തരും. അത്രയധികം നല്ല ആൾക്കാർ തന്നെയാണ്. ഇതൊക്കെ അനുഭവസ്ഥനാണ് കേട്ടോ. അതുകൊണ്ടായി പറയുന്നത്. ഈ സൗദി അറേബ്യയെക്കുറിച്ചുള്ള പഴയ കാഴ്ചപ്പാടുകൾ ലോകമെങ്ങും മാറിയിട്ടും ഇന്ത്യയിലെ സംഘികളും ക്രിസംഘികളും മാത്രം ഈ സൗദിയെയും ഇസ്ലാമിക തീവ്രവാദത്തെയും കുറിച്ച് പറഞ്ഞ് കാലം കഴിച്ച് കടല കുറച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷമായി സൗദിയിൽ മാരകമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിഷൻ 2030 എന്ന അവരുടെ കാഴ്ചപ്പാട് സൗദിയെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അമേരിക്കയും യൂറോപ്പും മാത്രമല്ല, ഇസ്രായേൽ പോലും മധ്യസ്ഥരായി സൗദിയെ വെക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യം തന്നെയാണ്. അത്
സൗദിയുടെ നീതിയുടെ വിശ്വാസം മൂലമാണ്. സൗദിയുടെ നീതി എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നീതിയാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അവർ ഇസ്ലാമിക കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് അവരുടെ എല്ലാ നിയമങ്ങളും നീതിയും നടപ്പാക്കുന്നത്. ഇത് ഇസ്ലാം തീവ്രവാദം എന്ന് പറയുന്നവർക്കുള്ള ഒരു മറുപടിയാണ്. കൂടാതെ ബിസിനസ്സിനും വിശ്വസ്തമായ വിദേശ നിക്ഷേപത്തിനും മികച്ച ഇടമാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്ന് പരക്കെ പറയുന്നുമുണ്ട്. അതുകൊണ്ടാണല്ലോ ആയിരക്കണക്കിന് ആൾക്കാർ ബിസിനസ്സിനായിട്ട് ഈ അറബ് രാജ്യങ്ങളിലേക്ക് തള്ളിക്കയറുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വലിയ വലിയ ബിസിനസ്സുകാരിൽ ഭൂരിപക്ഷവും ദുബായിലാണ് അവരുടെ ഹെഡായി സ്വീകരിച്ചിരിക്കുന്നത്. അവർ അവിടെ നിന്നുകൊണ്ടാണ് ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നത്. അവിടെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കലും പണം പോവില്ല. കടം കൊടുത്താൽ പോലും തിരിച്ചു കിട്ടാൻ ഏറ്റവും എളുപ്പം അറബ് രാജ്യങ്ങളിൽ വെച്ച് കടം കൊടുക്കുന്നതാണ്. 1 കോടി ദിർഹം കൊടുത്തിട്ട് പോലും ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി മേടിച്ചാൽ നമുക്കത് ഈസിയായിട്ട് ആ പണം തിരിച്ചു വാങ്ങാൻ കഴിയും. അല്ലെങ്കിൽ അവനെ രാജ്യത്ത് നിന്ന് പോക്ക് നടക്കില്ല. അവൻ്റെ എല്ലാ പരിപാടികളും അവർ ബ്ലോക്ക് ചെയ്ത് കളയും. നമുക്ക് ആ പൈസ തിരിച്ചു വാങ്ങാൻ കഴിയും. നമ്മുടെ നാട്ടിലൊക്കെ 100 രൂപ കൊടുത്താൽ പോലും അത് എഴുതി വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതേ നോക്കി നമുക്ക് ഇരിക്കാം എത്ര രൂപ എനിക്ക് കിട്ടാനുണ്ട് എന്ന് പറയാമെന്നല്ലാതെ ആ കാശ് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. എണ്ണയിലും പ്രതിരോധത്തിലും ഊന്നിയ അമേരിക്കൻ അറബ് ബന്ധം പോലും ഈ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിലുള്ളതാണെന്ന് മനസ്സിലാക്കണം. ട്രംപിനെ പോലെ ഭ്രാന്തനായ ഒരാളെ മയപ്പെടുത്താനും തെളിച്ച വഴിയെ നടത്താനും അറബികൾക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല. അത് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് വേണ്ടി അറബികൾ ചുവന്ന പരവതാനിയും വില കൂടിയ ഗിഫ്റ്റുകളും കരുതി വെച്ചിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഗിഫ്റ്റുകൾ അവർ കൊടുക്കുന്നത് ട്രംപിനല്ല എന്ന് മനസ്സിലാക്കണം. അത് ലോക സമാധാനത്തിനുള്ള അറബികളുടെ സംഭാവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.